ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാരും എൻ്റെ ആങ്ങളെയും കൂടിയിട്ട് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നാത്തൂൻ്റെ വീട് തലപ്പാറയിലാണ് കേട്ടോ. നമ്മളവിടെ അടുത്ത് തന്നെ തലപ്പാറ, ചേളാരി, ചമ്മാട് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തലപ്പാറയാണ് കേട്ടോ. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ പോവാണ്. നാത്തൂന് അറിയില്ല നമ്മൾ ചെല്ലണത്. പിന്നെ അവിടെ കുട്ടീൻ്റെ സുന്നത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നാത്തൂൻ്റെ മോളൊക്കെ പ്രസവിച്ച് കിടക്കുകയാണല്ലോ. അവിടുന്ന് പോയതാണ് മമ്മാസെന്ന്. എന്നാലും അവിടെ പോയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അവരൊക്കെ കൂടി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ അനിയത്തിമാർ പിന്നെ 3 ദിവസമായിട്ടോ നമ്മളെ 3 വീട്ടിലും ഒന്ന് നിൽക്കാൻ പൂതി പറഞ്ഞിട്ട് വന്നതാണ്. അവരിവിടെ വന്നാൽ അവർക്ക് എല്ലായിടത്തും നിന്നിട്ട് പോയാൽ മതി. പക്ഷേ വലിയ ആളാമാക്ക് ഭയങ്കര ധൃതിയാണ് കേട്ടോ. പെട്ടെന്ന് പോകണം എന്ന് പറയാണ്. അപ്പോൾ നമ്മളെ തലപ്പാറമ്മ പോണ വഴിയാണിത്. എല്ലായിടത്തും റോഡൊക്കെ പെട്ടെന്ന് പണി തീർക്കണ തിരക്കിലാണല്ലോ ഇപ്പോൾ ഓരോ ഭാഗത്തൊക്കെ. ചില ഭാഗത്തൊക്കെ പണി കഴിഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ചില ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ റോഡൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. കുറേ പോവാണ്ട്. ആദ്യം നമുക്ക് പെട്ടെന്ന് അവരുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ചെന്ന് കയറാൻ പറ്റിയിരുന്നു. ഇപ്പോൾ പറ്റൂല. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ താത്ത മെല്ലെ നമ്മൾ എളാമാനെ താത്ത എന്നാണ് കേട്ടോ വിളിക്കൽ. അതൊക്കെ ആദ്യമുള്ളവരൊക്കെ വിളിച്ച് ശീലമായിട്ടാണ് നമ്മളങ്ങനെ താത്ത എന്ന് വിളിക്കുന്നത്. അപ്പോൾ വലിയ താത്താക്ക്, അതായത് വലിയ എളാമാക്ക് പെട്ടെന്ന് ഇറങ്ങാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മൾ പിടിക്കും വേണ്ട, നിങ്ങളാരും പിടിക്കണ്ട, ഞാൻ ഇറങ്ങിക്കോളാന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ വലിയ എളാമ. ഊരത്തെ താത്ത എന്നാണ് നമ്മൾ പറയൽ. അങ്ങനെ നമ്മൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. അതിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ചെറിയ എളാമ. അവർക്ക് താത്താൻ, അതായത് സുഹൃത്താത്താൻ എൻ്റെ നാത്തൂനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഉമ്മ ഇല്ലല്ലോ, ഉമ്മ മരിച്ചിട്ട് കുറച്ചായി. അപ്പം ഉമ്മാൻ്റെ വലിയ മോളെടുത്ത് പോയപ്പോൾ ഭയങ്കര സന്തോഷവും താത്താക്കും തന്നെ അവരെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ വലിയ നാത്തൂന്. അപ്പോൾ ആങ്ങളെ പറയാണ് അവിടുന്ന് റോഡ് ബ്ലോക്ക് ആയിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് താത്താൻ്റെ 3ാമത്തെ മോളെ കുട്ടിയാണ് ഇശലു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. എളാമ്മ അവിടെ ഇരുന്ന് വലിയ മോളോട് സംസാരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. ഇതാണ് നമ്മളെ ചെക്കന്. ഇതിൻ്റെ സുന്നത്ത് കഴിഞ്ഞിങ്ങനെ കേട്ടോ. ഇതാണ് നമ്മളെ ചെറിയ ചുക്കുപണി. അങ്ങനെ നമ്മൾ അവിടുന്ന് നല്ലൊരു മുസമ്പി ജ്യൂസ് താത്ത ഉണ്ടാക്കിയിരുന്നു. അത് കുടിക്കാൻ ഒരുങ്ങുകയാണേ. നല്ല അടിപൊളി ജ്യൂസായിരുന്നു. പിന്നെ അവിടുന്ന് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ വന്നിട്ട് പിന്നെ രാത്രിയൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ചിരുന്നു രാത്രിയത്തെ ഭക്ഷണം കഴിക്കണതും ഒക്കെ ഒന്ന് ഉൾക്കൊള്ളിക്കണമെന്ന്. പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ, ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ താത്താൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ജ്യൂസാണ്, കുടിച്ചാളി. എളാമാർ 2-3 ദിവസം ഞങ്ങളെടുത്തുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവർ പോയിട്ടോ. അപ്പം പാവാണ്. നമുക്ക് തോന്നും എളാമാനെ കാണുമ്പോൾ എളാമാക്ക് എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന്. പക്ഷേ എളാമാക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലായിടത്തും നടക്കും ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ കൂന്ന് നടക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അങ്ങനെ നമുക്ക് അവിടെ ഓർലിക്സും പഴംപൊരിയും സമൂസയൊക്കെ തന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് എൻ്റെ ആങ്ങളയാണത്. ആങ്ങൾക്ക് പിന്നെ ഒരുവിധം മധുരമൊന്നും പറ്റൂല. ഞാൻ പിന്നെ ഓൻ്റെ ഒരു സമൂസയും എൻ്റെ ഒരു സമൂസയും കഴിച്ചു കേട്ടോ. മധുരമൊക്കെ കുറച്ചിട്ടാണ് തന്നത്. പക്ഷേ ഓർലിക്സിൽ പിന്നെ പൊതുവേ ഒരു മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ കൊണ്ടുപോയ കപ്പ് കേക്ക് തന്നു കേട്ടോ. കപ്പ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനതിങ്ങനെ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് സലാം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.